Hi guys, it's me, the Mallu Banker. So first of all, a very happy new year to everyone. എനിക്കറിയാം ഇച്ചിരി ലേറ്റായി, എന്നാലും ഈ വർഷം 2025 എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ബിഗ്ഗസ്റ്റ് ടേണിംഗ് പോയിൻ്റായി ഡ്രീം ജോബ് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. യെസ്റ്റർഡേ, ദാറ്റ് മീൻസ് ജാനുവരി 1 എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും, മീൻസ് എസ്പെഷ്യലി ബാങ്ക് ആസ്പിറൻസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു ക്രൂഷ്യൽ ടൈമാണ്. അത് നമ്മളുടെ ഭാവിയെ ഡിസൈഡ് ചെയ്യുന്നതാണ്. ദർ വിൽ ബി ടു ടൈപ്സ് ഓഫ് പീപ്പിൾ. ഒരാൾക്കാർ ജോബ് അവർക്ക് കൺഗ്രാജുലേഷൻസ് എന്നുള്ളൊരു മെസ്സേജ് വന്നവരും താങ്ക് യു എന്ന ഒരു മെസ്സേജ് വന്ന്, രണ്ട് കാറ്റഗറി ആയിരിക്കും ജാനുവരി 1 ന്യൂ ഇയർ അല്ലാണ്ട് ആഘോഷിക്കുന്ന ആൾക്കാരുള്ളത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഞാനും സെക്കൻഡ് കാറ്റഗറിയിൽ വരികയാണ്. മീൻസ് എനിക്കും താങ്ക് യു ആണ് വന്നത്. ഐ കുഡൻ ക്വാളിഫൈ. ആഗ്രഹിച്ചിരുന്നു, ഓക്കെ, കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കട്ട് ഓഫ് എങ്ങനെയാണോ എന്നറിയില്ല, ബട്ട് പ്രതീക്ഷിക്കാനല്ലേ നമുക്ക് പറ്റുകയുള്ളൂ. വി ക്യാൻ ഡു നത്തിങ്. ഓക്കെ, അപ്പോൾ കിട്ടിയവർക്ക് എല്ലാവർക്കും എൻ്റെ കൺഗ്രാറ്റ്സ്. അപ്പോൾ ആ ഒരു റിസൾട്ട് വന്നതോടുകൂടി ഞാൻ മടുത്തു, ഇനി പഠിത്തം നിർത്തി, എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ ഒരു ചിന്ത ചിന്തിച്ചവർ കാണും. ഒരു 90% ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും. ബിക്കോസ് കഴിഞ്ഞ വർഷം തീർന്നു, അപ്പം ഒരു വർഷമാണ് തീർന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്രതീക്ഷയിലിരുന്ന പലരും കാണും. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ മെസ്സേജ്. ഓക്കെ, ഒരിക്കലും തളരരുത്. മീൻസ് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, തളരരുത് രാമൻകുട്ടി, ദാറ്റ് സെയിം ആണ്. നമ്മളൊരിക്കലും തളരരുത്. അത് കിട്ടിയില്ലായിരിക്കും. സോ ഗോഡ് ഹാസ് അനദർ പ്ലാൻ. വേറെ നമ്മൾക്ക് വേണ്ടിയിട്ട്, നമുക്കതല്ല, അതുക്കും മേലെയാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. എന്നാൽ മാത്രമേ ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഞാനും ആ ഒരു ലെവലിൽ നിന്നിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇനി നെക്സ്റ്റ് അടുത്ത ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, NIASL SBI ക്ലർക്കായിട്ടും ഒക്കെ ധാരാളം. ഇനി ഒരു പോയിന്റ് കഴിയുമ്പോൾ പിന്നെ ഈ കഴിഞ്ഞ എക്സാംസ് എല്ലാം വീണ്ടും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ ഒരിക്കലും ഹോപ്പ് നഷ്ടപ്പെടാതിരിക്കുക. കിട്ടും. എന്താണെങ്കിലും നമ്മൾ പഠിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് ഒരാൾ സക്സസ് ആവാൻ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. അയാളുടെ ആഗ്രഹം അതുപോലെ അത്ര ദൃഢമായിട്ടുള്ളതാണെങ്കിൽ ഒരിക്കലും ഒരു ശക്തിക്കും അതിനെ തകർക്കാൻ പറ്റുകയില്ല. ഓക്കെ, യു ഷുഡ് അത് മൈൻഡിൽ മനസ്സിലാക്കി വെക്കണം. ഒരിക്കലും ആ ഒരു കാര്യം നമ്മളെ വിട്ടു പോവുകയില്ല. ആ മൈൻഡിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പോയിന്റിലല്ല, അടുത്ത പോയിന്റിൽ നമുക്ക് ഉറപ്പായിട്ടും അത് കിട്ടും. ഇനി SBI ക്ലർക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നവർ കാണും. അവർക്കൊക്കെ ഇതൊരു ഒരു പാഠമാണ്. എന്തായിരുന്നു ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റിയ തെറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അവയർനെസ്സും അതുപോലെ ജനറൽ അവയർനെസ്സും, കറണ്ട് അഫെയർസും, ഇംഗ്ലീഷ്, ഈ മൂന്നും കുറച്ചും കൂടെ. അതിലേറ്റവും എനിക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് ഞാൻ അത്രയും പ്രാധാന്യം കൊടുത്തില്ല. അതിന് കുറച്ചും കൂടി ഒരു പ്രാധാന്യം കൊടുക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റിയേനെ. അത്രയും ഒരു വ്യത്യാസത്തിലാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഓക്കെ, റീസണിങ് ഒക്കെ എൻ്റെ സ്ട്രോങ് ആയിരുന്നു. എന്നാൽ പോലും എവിടേക്കോ എന്തൊക്കെയോ പാളിച്ചകൾ സംഭവിച്ചു. ഓക്കെ, നമുക്ക് ഫെയിലിയേഴ്സ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. കുറേ പ്രോവേബ്സ് പറഞ്ഞ് മടുപ്പിക്കാനല്ല ഞാൻ വന്നത്. ബിക്കോസ് ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഊർജ്ജമാണ്. അതുപോലെ തന്നെ ഞാൻ എനിക്ക് തന്നെ ഒരു പുഷപ്പ് കൊടുക്കുകയാണ്. ഈ വർഷം അത് ഉറപ്പായിട്ടും ഇനി വരുന്ന ഏത് എക്സാമിനാണെങ്കിലും അത് ക്വാളിഫൈ ചെയ്യണം. എനിക്ക് പോട്ടെ, സാരമില്ല, തെറ്റിപ്പോയി, കിട്ടിയില്ല, അത് സ്വാഭാവികമാണ്. നമുക്ക് തെറ്റ് കാണും, നമ്മുടെ കയ്യിൽ തെറ്റുള്ളത് കൊണ്ടായിരിക്കാം നമ്മൾക്കത് കിട്ടാതെ പോയത്. ബട്ട് അതല്ല, അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കണം. ഓക്കെ, നമ്മളൊന്ന് ഫെയിൽ ആയി കഴിയുമ്പോൾ കുറ്റപ്പെടുത്താനായിട്ട് ഒത്തിരി ആൾക്കാർ കാണും. മേ ബി നമ്പർ ഓഫ് പീപ്പിൾ കാണും നമ്മളെ കുറ്റപ്പെടുത്താൻ. നിന്നെക്കൊണ്ട് പറ്റില്ല, നിനക്ക് അതിനുള്ള കഴിവില്ല, നീ വേറെ വല്ല പരിപാടിക്കും പോ, അങ്ങനെ പറയാൻ ഒത്തിരി പേര് കാണും. ബട്ട് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്നതായിരിക്കണം സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പറയുന്നവർ എന്ത് വേണേ പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇത് നേടിയിട്ടേ അടങ്ങുകയുള്ളൂ, എനിക്കതിനുള്ള കാലിബർ ഉണ്ട്, എനിക്കത് പറ്റും. ആ ഒരു കാര്യം നമ്മളൊരു മിററിൻ്റെ മുൻപിൽ നിന്നോ അല്ലെങ്കിൽ രാവിലെ എണീക്കുന്ന ടൈമിലോ മനസ്സിലൊരു 7 തവണ പറഞ്ഞു നോക്കൂ. ആ ഒരു ഡേ തന്നെ നിങ്ങളുടെ മാറുന്നതായിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ബിക്കോസ് ഞാൻ കുറേ സൈക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ മൈൻഡ് റീഡേഴ്സ്, അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബട്ട്
നമ്മളത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണ്. അല്ലാണ്ട് പിന്നെ ഇവർ പറയുന്നതൊന്നും കാര്യമില്ല അങ്ങനെ പറഞ്ഞാൽ അതിൽ കാര്യമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു മിററിൻ്റെ മുൻപിൽ നിന്ന് എന്നെക്കൊണ്ട് പറ്റും, ഈ ജോബ് ഈ 2025 അത് എൻ്റെ ഇയറായിട്ട് ഞാൻ മാറ്റും, ആ ജോബ് ഞാൻ നേടിയെടുക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ നമ്മൾ പഠിക്കുക. ഓക്കെ, ഒരിക്കലും നമ്മളെക്കാൾ മുമ്പുള്ളവർ മീൻസ് നമ്മളെക്കാൾ കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ളവരെക്കുറിച്ച് ചിന്തിച്ച് എനിക്ക് അവരുടെ അത്രയും ഫെസിലിറ്റീസ് ഇല്ല, അതുകൊണ്ട് അവർക്ക് നല്ല കോച്ചിങ് ഉണ്ട്, അതുകൊണ്ട് അവർക്ക് കിട്ടത്തുള്ളൂ, എനിക്ക് കിട്ടത്തില്ല, അങ്ങനെയല്ല. നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരാളുടെ ഫെസിലിറ്റീസിനെയോ ഒരാളുടെ കഴിവിനെയോ കണ്ട് നമ്മളെ വിലയിരുത്തരുത്. ബിക്കോസ് അവർക്ക് വേറെ കഴിവായിരിക്കുമുള്ളത്, നമ്മൾക്ക് വേറെ കഴിവായിരിക്കുമുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ മനുഷ്യന്മാരും എന്ന് പറയുന്നതും ഡിഫറെൻ്റ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റവരുമായിട്ട് കമ്പയർ ചെയ്ത് അവർക്ക് കോൺസ് പറ്റും, എനിക്കത് പറ്റുന്നില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, എല്ലാം നമ്മളുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ബുക്ക്. ആ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് വായിക്കുമ്പോൾ ഇംഗ്ലീഷും ഇമ്പ്രൂവ് ആകും, അതുപോലെ തന്നെ മൈൻഡിന് പവറും കൂടും. അതുപോലെ തന്നെ മൈൻഡ് പവർ കൂട്ടുന്ന ക്ലാസ്സസ് യൂട്യൂബിലൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നമ്മുടെ സ്ട്രെങ്ത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ കോൺഫിഡൻസിനെ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ അത് സഹായിക്കുന്നതാണ് അങ്ങനത്തെ ക്ലാസ്സസും. ഇപ്പോൾ മേ ബി ഇത് കിട്ടാതെ ചിലപ്പോൾ ചെറിയ വേരിയേഷൻസിലൊക്കെ ഇപ്പോൾ RRB POയും ക്ലർക്കും ഒക്കെ നഷ്ടപ്പെട്ടവർ കാണും. അവർക്കൊക്കെ ആ ഒരു സ്റ്റേജിൽ നിന്നും പെട്ടെന്ന് നമുക്ക് പറയുന്ന പോലെ അതിൽ നിന്നും വിട്ട് അടുത്തത് പെട്ടെന്ന് ഇരുന്ന് പഠിച്ച് അതൊന്നും പറ്റണമെന്ന് വരില്ല. സോ അവരുടെയൊക്കെ മൈൻഡ് നല്ല ഡൗൺ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ഇതുപോലുള്ള മൈൻഡ് ട്രെയിനിങ് ക്ലാസ്സസോ അതുപോലെ തന്നെ മോട്ടിവേഷണൽ വീഡിയോസോ അങ്ങനെയൊക്കെ കണ്ടു നോക്കണം. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി വരും. ഒരിക്കലും നമ്മളുടെ മൈൻഡിന് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എനർജീനെ മൈൻഡിനെ കൊടുക്കാതിരിക്കുക. ഓക്കെ, എല്ലാം പോസിറ്റീവായിട്ട് വരാനിരിക്കുന്നതും നല്ലത് അങ്ങനെയുള്ള ഒരു മൈൻഡിൽ വേണം മുൻപോട്ട് പോകാൻ. ബിക്കോസ് നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഗോളിലോട്ട് എത്താനുള്ള ദൂരം പിന്നെയും കൂടുകയേ ഉള്ളൂ. ഓക്കെ, എപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു നമ്മുടെ കൈയെത്തുന്ന ദൂരത്തിൽ നിന്നും അത് നമ്മളിൽ നിന്ന് അകന്നു പോവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടും, എനിക്ക് പറ്റും, എനിക്ക് ക്വാൺസ് അറിയില്ലേ, എനിക്ക് ക്വാൺസ് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും, ഞാൻ ഓൾറെഡി ക്വാൺസ് ഇമ്പ്രൂവ് ആയി, അങ്ങനെയുള്ള ഒരു മൈൻഡ് വേണം ഉണ്ടാവാൻ. അങ്ങനെ ഒരു കമാൻഡ് കൊടുത്താൽ മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും അതിനെ അംഗീകരിക്കുകയുള്ളൂ. ഓക്കെ, നേരാണ്, അയാൾക്ക് ക്വാൺസ് അറിയാം. അങ്ങനെ ഒരാൾ നമ്മുടെ മൈൻഡ് നമ്മളോട് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും നമുക്ക് ആ ക്വാൺസിൽ വീക്കായിട്ടിരിക്കുന്ന ഒരാൾ സ്ട്രോങ് ആവും. ഓക്കെ, അതാണ് നമ്മളുടെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അനലൈസ് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും സക്സസ് വരും. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ടല്ല ഞാൻ മുൻപിൽ വന്ന് സംസാരിക്കുന്നത്. ബട്ട് എന്നാൽ പോലും താഴ്ന്നു പോകുന്ന ഒരാളെ കൈ പിടിച്ചുയർത്തുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ആ ഒരു കോൺസെപ്റ്റിൽ മാത്രം എടുത്താൽ മതി. ആൻഡ് എന്താണ് പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് പോയത് പാസ്റ്റ് ഈസ് പാസ്റ്റ്, അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിൽ പോവുക. ഇനി നെക്സ്റ്റ് ഉള്ളത് ടാർഗറ്റ് SBI ക്ലർക്കാണ്. ഉറപ്പായിട്ടും ഇപ്പം PO അപ്ലൈ ചെയ്യാത്തവർ കാണും. ഓക്കെ, ഞാനും PO അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, PO അപ്ലൈ ചെയ്യുന്നില്ലാത്തവരാണെങ്കിൽ പോലും ക്ലർക്ക് ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യണം. ഇത്തവണ നല്ല വേക്കൻസീസ് ആണുള്ളത്. ആ ഒരു SBI ക്ലർക്കിൽ ഒരു പൊസിഷൻ കിട്ടാൻ എല്ലാവർക്കും അതുപോലെ പറ്റട്ടെ, അതുപോലെ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ആൻഡ് എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളൊക്കെ ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എനിക്ക് മെയിൽ ചെയ്താൽ മതി, ഞാൻ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ വിത്ത് മീ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.